കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെറിട്രാക്ക് എന്ന സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിക്ക് പരീക്ഷാ നടത്തിപ്പും അനുബന്ധ പ്രവർത്തനങ്ങളും ഏൽപ്പിക്കാൻ ശ്രമിച്ച നീക്കത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തടഞ്ഞിരുന്നു. ഒന്നാം വർഷ പരീക്ഷ സാധാരണ രീതിയിലാണ് സർവകലാശാല തുടർന്ന് നടത്തിയത്. സർവകലാശാല സ്വന്തം രീതിയിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് മേൽനോട്ടം സർവകലാശാല ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുമെന്ന് VC ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിന് സർവകലാശാല കെൽട്രോണിനെ കരാർ ഏൽപ്പിച്ചു. എന്നാൽ കെൽട്രോൺ നൽകിയ കരാർ നടപ്പിലാക്കിയത് ഓസ്പിൻ ടെക്നോളജീസ് എന്ന സ്വകാര്യ സ്ഥാപനമാണ്. ടൈം ടേബിൾ ഇടുന്നത് മുതൽ ചോദ്യക്കടലാസുകൾ സൂക്ഷിക്കുന്നതും വിതരണം ചെയ്യുന്നതും ടാബുലേഷൻ അടക്കമുള്ള ഗൗരവകരമായ പ്രക്രിയയും നിലവിൽ ഈ സ്വകാര്യ സ്ഥാപനമാണ് കൈകാര്യം ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സർവകലാശാല നടത്തിയ പരീക്ഷാ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് മുതൽ ഗുരുതര വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ഒരുപിടി വീഴ്ചകൾ മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചയിലേക്ക് സർവകലാശാല ചെന്നുപെട്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ കേരളത്തിലെ ഏകദേശം 66ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ വിദ്യാർത്ഥി പ്രതിനിധികൾ ഒപ്പിട്ട് പരാതി സമർപ്പിച്ചിട്ടുള്ളതായിരുന്നു. അതൊന്നും പരിഹരിക്കാത്തതാണ് ഇന്നത്തെ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന്റെ കാരണം. പരീക്ഷാ നടത്തിപ്പ് പൂർണ്ണമായും സർവകലാശാല സംവിധാനത്തിൽ ആക്കണമെന്നും സ്വകാര്യ കമ്പനിക്ക് പരീക്ഷാ നടത്തിപ്പ് ഏൽപ്പിച്ചതിലെ നടപടിക്രമങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവും ഇതിനോട് തന്നെ ശക്തമായി കഴിഞ്ഞു. നൗഫൽ നസീർ, റിപ്പോർട്ടർ, കൊച്ചി.